വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. ഡിപ്രീസിയേഷൻ്റെ ഒരു പ്രോബ്ലമാണ് നമ്മളിവിടെ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ഒരു മെഷീനറി അക്കൗണ്ടും അതുപോലെ മെഷീനറി ഡിസ്പോസൽ അക്കൗണ്ടുമാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. ഡിപ്രീസിയേഷൻ മെഷീനറിയിലേക്ക് ഡയറക്റ്റ് ആയിട്ടാണ് ചാർജ് ചെയ്യുന്നത്. നമ്മൾ മെഷീനറി അക്കൗണ്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ തന്നെ അതിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു ഡിപ്രീസിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുകയാണ്. ഇത് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഈ രൂപത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കിയാൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഓരോ വർഷവും ചാർജ് ചെയ്യേണ്ട ഡിപ്രീസിയേഷൻ നമ്മൾ ഇതുപോലെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ തയ്യാറാക്കുന്നു. 2012-2013 ഒരു മെഷീൻ കൂടി അഡീഷണൽ ആയിട്ട് പർച്ചേസ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ രൂപത്തിൽ അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് വരുന്നത്. അതിൻ്റെ കാൽക്കുലേഷൻസ് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ഇതുപോലെ നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നു. ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡിലാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. 2015 ഒക്ടോബർ മാസം 1-ാം തീയതി 1 ലക്ഷം രൂപ വിലയ്ക്ക് 2011 ഏപ്രിൽ മാസം വാങ്ങിയ ഒരു മെഷീനറി നമ്മളിവിടെ വിൽക്കുന്നുണ്ട്. അപ്പോൾ 1/4/2015 മുതൽ 1/10/2015 വരെ 6 മാസത്തെ ഡിപ്രീസിയേഷൻ മാത്രമാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ശേഷമുള്ള 2,50,000 ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ. അങ്ങനെയാണ് നമ്മളിവിടെ ഡിപ്രീസിയേഷൻ സ്റ്റേറ്റ്മെന്റ് ഇവിടെ തയ്യാറാക്കുന്നത്. ഇനി വിറ്റ അസറ്റിന്റെ ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാം. സ്വാഭാവികമായിട്ട് ഒരു അസറ്റ് വിൽക്കുമ്പോൾ ചിലപ്പോൾ ലാഭമോ നഷ്ടമോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് എത്രയാണെന്നുള്ളത് കണ്ടെത്തണം. അത് മാത്രമല്ല, വിൽക്കുന്ന സമയത്തുള്ള അസറ്റിന്റെ ബുക്ക് വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു ഡീറ്റെയിൽസ് ആദ്യമേ തന്നെ തയ്യാറാക്കുന്നത്. ഇതുപോലെ കോസ്റ്റ് 1 ലക്ഷം രൂപയാണ്. 2000 ടോട്ടൽ ഡിപ്രീസിയേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2011-12 15,000, 12-13 15,000, 13-14 15,000, 14-15 15,000. എന്നാൽ 2015 നമ്മൾ ഈ അസറ്റ് വിൽക്കുന്നുണ്ട്. ഒക്ടോബർ മാസം 1-ാം തീയതി വരെയുള്ള ഡിപ്രീസിയേഷൻ 7,500. അങ്ങനെ ടോട്ടൽ ഈ 1 ലക്ഷം രൂപ വിലയുള്ള അസറ്റിൽ മേൽ ചാർജ് ചെയ്ത ഡിപ്രീസിയേഷൻ 67,500 രൂപയാണ്. അതായത് അതിൻ്റെ ബുക്ക് വാല്യൂ 32,500 രൂപ. ഈ 32,500 രൂപ വിലയുള്ള അസറ്റാണ് നമ്മൾ 25,000 രൂപയ്ക്ക് വിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അതിൻ്റെ ലോസ് 7,500 രൂപയാണ്. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ തയ്യാറാക്കി വെച്ചതിന് ശേഷം നമ്മൾ നേരെ മെഷീനറി അക്കൗണ്ടിലേക്ക് കടക്കുകയാണ്. മെഷീനറി അക്കൗണ്ടിൽ നമ്മൾ 1 ഏപ്രിൽ 2011 നമ്മൾ അസറ്റ് പർച്ചേസ് ചെയ്യുന്നു 1 ലക്ഷം രൂപ. ആ വർഷത്തിന്റെ അവസാനം നമ്മൾ നേരത്തെ കണക്ക് കൂട്ടിയതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ 15,000 രൂപ നമ്മൾ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നു. ബാലൻസ് 85,000 രൂപ നമ്മൾ ബ്രോഡ് ഫോർവേഡ് ചെയ്യുന്നു. ആ വർഷം തന്നെ മറ്റൊരു അസറ്റ് പർച്ചേസ് ചെയ്യുന്നു 2,50,000 രൂപ. ദെൻ ആ വർഷത്തിന്റെ അവസാനം നമ്മൾ ഇതുപോലെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു 43,125 രൂപ ബാലൻസ് ചെയ്യുന്നു. ബാലൻസിനെ നമ്മൾ അടുത്ത വർഷത്തേക്ക് ബ്രോഡ് ഫോർവേഡ് ചെയ്യുന്നു. ആ വർഷത്തിന്റെ അവസാനം ഡിപ്രീസിയേഷൻ 52,500 രൂപ ബാലൻസ് നമ്മൾ ബ്രോഡ് ഫോർവേഡ് ചെയ്യുന്നു. 2014 ഡിപ്രീസിയേഷൻ 52,500 രൂപ നമ്മൾ ബാലൻസ് ചെയ്യുന്നു. 2015 ഒക്ടോബർ മാസം നമ്മൾ നേരത്തെ കണ്ടു. ഒക്ടോബർ മാസം ഈ അസറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, വിൽക്കുന്നു. അതിനു മുമ്പ് അന്ന് വരെ ആ വിൽക്കുന്ന ഡേറ്റ് വരെയുള്ള ഡിപ്രീസിയേഷൻ നമ്മൾ ആദ്യം ചാർജ് ചെയ്യുന്നു. ശേഷം ഇതുപോലെ നമ്മൾ അതിൻ്റെ ബുക്ക് വാല്യൂ എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. 32,500 രൂപയാണ് അതിൻ്റെ ബുക്ക് വാല്യൂ. ആ ബുക്ക് വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, മെഷീനറി ഡിസ്പോസൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇനി ആ വർഷത്തെ ഡിപ്രീസിയേഷൻ വിൽക്കാതിരിക്കുന്ന 2,50,000 രൂപയുടെ ഡിപ്രീസിയേഷൻ്റെ 37,500 രൂപയാണ് ഡിപ്രീസിയേഷൻ ബാലൻസ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ബ്രോഡ് ഫോർവേഡ് ചെയ്യുന്നു. 1,09,375 രൂപയാണ് നിലവിൽ വിൽക്കാതിരിക്കുന്ന അസറ്റിന്റെ ബുക്ക് വാല്യൂ. ഓക്കെ. ശേഷം നമ്മളൊരു മെഷീനറി ഡിസ്പോസൽ അക്കൗണ്ട് നമ്മൾ തയ്യാറാക്കുകയാണ്. മെഷീനറി ഡിസ്പോസൽ അക്കൗണ്ട് നമ്മൾ ഓൾറെഡി ഒരു ഡിസ്പോസലിന്റെ ഡീറ്റെയിൽസ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതുപ്രകാരം നമ്മൾ മെഷീനറി ഡിസ്പോസൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നു. നമുക്ക് വിൽക്കുമ്പോൾ 25,000 രൂപ നമുക്ക് കിട്ടുന്നു. 32,500 രൂപ വിലയുള്ള മെഷീനറിയാണ് നമ്മൾ 25,000-ന് വിറ്റത്. അതുകൊണ്ട് തന്നെ ലോസ് ആണെന്ന് നമുക്കറിയാം. ആ ലോസ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഈ രീതിയിലാണ് നമ്മൾ മെഷീനറി ഡിസ്പോസൽ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക.